increases voltage. Which increases or decreases voltage reduce ചെയ്യാനും increase ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന എന്തിന്റെ പ്രിൻസിപ്പിളാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എഴുതിക്കോ. ഇറ്റ് ഈസ് എ ഡിവൈസ്. It works on the principle of mutual induction. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷനിൽ എത്ര കോയിൽ വരുന്നുണ്ട്? 2 കോയിൽ വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഈ ട്രാൻസ്ഫോമറിൽ നമുക്ക് 2 കോയിൽ ഉണ്ട്. ഒരെണ്ണം പ്രൈമറി കോയിൽ, ഒരെണ്ണം സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ N1 ആയിട്ട് എടുത്ത്, സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് N2 ആയിട്ട് എടുത്ത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ കൂടി ഒരു വോൾട്ടേജ് കൊടുത്ത്, V1 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് പ്രൈമറി കോയിലിലേക്ക് കൊടുത്ത്, പ്രൈമറി കോയിലിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ. പ്രൈമറി കോയിലിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ കറന്റ് ഉണ്ടായി, കറന്റ് ഫ്ലോ ഉണ്ടായി. കറന്റ് ഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ എന്ത് വരും? ഫ്ലക്സ് ചേഞ്ച് വരും. ഫ്ലക്സ് ചേഞ്ച്. അപ്പൊ ഇതിനൊരു പ്രൈമറി കോയിൽ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. അതിന്റെ ഫ്ലക്സ് ചേഞ്ചിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? സെക്കൻഡറി കോയിൽ വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫ്ലക്സ് ചേഞ്ച്, പ്രൈമറിയുടെ ഫ്ലക്സ് ചേഞ്ചിൽ കൊണ്ടേ നമ്മൾ എന്ത് വെച്ച്? സെക്കൻഡറി കോയിൽ വെച്ച്. അപ്പൊ അവിടെ എന്തുണ്ടായി? ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് വന്ന്? ഇൻഡ്യൂസ്ഡ് EMF വന്ന്, ഇൻഡ്യൂസ്ഡ് കറന്റ് വന്നു. അതാണ് നമ്മൾ സെക്കൻഡറി കോയിലിൽ നിന്നാണ് നമ്മൾ ഇത് ഡ്രോ ചെയ്യുന്നത്. ഈ കറന്റ് നമ്മൾ സെക്കൻഡറി കോയിലിൽ നിന്ന് എടുക്കും. പ്രൈമറി കോയിലേക്ക് നമ്മൾ ഒരു AC വോൾട്ടേജ് കടത്തി വിടുമ്പോൾ അവിടെ കറന്റ് ഫ്ലോ ഉണ്ടാവുന്നു. കറന്റ് ഫ്ലോ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവും. അതിന്റെ ആ ഫ്ലക്സ് ചേഞ്ചിൽ കൊണ്ടുവന്ന് നമ്മൾ സെക്കൻഡറി കോയിൽ ഫിക്സ് ചെയ്യും. അപ്പൊ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF വരും, കറന്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസ്ഫോമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാനും കുറക്കാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. പ്രിൻസിപ്പിൾ മനസ്സിലായ? ഇത് എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാം, മ്യൂച്വൽ ഇൻഡക്ഷനിൽ നമുക്ക് 2 കോയിൽ ഉണ്ട്. അപ്പൊ ഫിഗർ വരക്കാനും ഇതുപോലെ തന്നെ റെഡി ആയിരിക്കാം. ഫിഗർ നമ്മൾ വരക്കുമ്പോൾ ഒരു പ്രൈമറി കോയിലും ഉണ്ടാവണം, ഒരു സെക്കൻഡറി കോയിലും ഉണ്ടാവണം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഫിഗറിൽ കൂടി തന്നെ ജസ്റ്റ് ഓർത്ത് വെക്കാം. പ്രൈമറിയിൽ കൂടി നമ്മളൊരു വോൾട്ടേജ്, AC വോൾട്ടേജ് കൊടുക്കുന്നു, കറന്റ് ഫ്ലോ ചെയ്യുന്നു, ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവും. ആ ഫ്ലക്സ് ചേഞ്ചിന് നമ്മൾ സെക്കൻഡറി കോയിൽ ഫിക്സ് ചെയ്യുന്നു. അവിടെ സെക്കൻഡറി കോയിൽ അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. ഫ്ലക്സ് ചേഞ്ച് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എവിടെ നിന്നാണ്? സെക്കൻഡറി കോയിലിൽ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. പ്രൈമറി കോയിലിലേക്ക് നമ്മൾ AC വോൾട്ടേജ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. കിട്ടിയ ഈ ഫിഗർ വരച്ച് മെറ്റീരിയലിൽ പറയുന്നത് ഞാൻ ആ പോയിന്റ്സ് ആയിട്ട് പറയുന്നില്ല. പ്രിൻസിപ്പിൾ മനസ്സിലായ? വർക്കിംഗ് പ്രിൻസിപ്പിൾ കിട്ടിയ? ഇനി ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ല, നോട്ടിലെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതെ, നോട്ട് എഴുതി വെക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഐഡിയ മനസ്സിലുണ്ടാവണം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണമെങ്കിൽ എഴുതി വെച്ചോ. AC വോൾട്ടേജ്, അതായത് നമ്മൾ AC വോൾട്ടേജ് എന്തിലേക്ക് കൊടുക്കുന്നു? പ്രൈമറിയിലേക്ക് നമ്മൾ AC വോൾട്ടേജ് കൊടുക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? കറന്റ് വേരി ചെയ്യുന്നു. കറന്റ് വേരി ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക്
മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നു, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് നമ്മൾ ആരെ പ്ലേസ് ചെയ്യണത്? ഇതിന്റെ അതായത് പ്രൈമറിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്ന് സെക്കൻഡറി ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ സെക്കൻഡറിയിൽ എന്താ ഉണ്ടാവുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഉണ്ട്. അപ്പൊ അതിൽ ഇൻഡ്യൂസ്ഡ് കറന്റ് വരുന്നു, ഇൻഡ്യൂസ്ഡ് EMF വരുന്നു. അതാണ് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ടൈം ഫിഗർ കിട്ടുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവണം. കിട്ടിയാ പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് വർക്കിംഗ് കിട്ടിയ ഒരു ട്രാൻസ്ഫോമർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ടൈപ്സ് ട്രാൻസ്ഫോമർ ആണ് പഠിക്കാനുള്ളത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ പറയാം സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് എന്തിനാ? വോൾട്ടേജ് കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ. അപ്പൊ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാതെ എന്തിനു വേണ്ടിയുള്ളതായിരിക്കും? വോൾട്ടേജ് കൂട്ടാൻ, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഇപ്പൊ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്തിനാ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാൻ. ട്രാൻസ്ഫോമർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് ഒന്നില്ലെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. ഇത് വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടി, എങ്ങനെയാണ് വർക്കിംഗ് എന്ന് മനസ്സിലായി. രണ്ട് ടൈപ്സ് ട്രാൻസ്ഫോമർ ആണ് പഠിക്കാനുള്ളത്. സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇതിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയിലെ ടേൺസ്, സെക്കൻഡറി ആ ഒരു കോയിലുള്ള ടേൺസ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. ഓക്കെ, ഇനി അതുപോലെ തന്നെ വോൾട്ടേജ് ഇൻ സെക്കൻഡറി, അതായത് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ഇൻപുട്ട്. ഓക്കെ, ഇതാണ് പ്രത്യേകത. ഇനി സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ നേരെ തിരിച്ച് വോൾട്ടേജ് കുറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇവിടെ നേരെ തിരിച്ചു വരും. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആൻഡ് വോൾട്ടേജ് V1 ഈസ് ഗ്രേറ്റർ ദാൻ V2. ഇത് മാത്രം ഡിഫറൻസ് ആയിട്ട് എഴുതിയാൽ മതി. എഴുതുമ്പോൾ സെന്റൻസ് ആയിട്ട് എഴുതിക്കോട്ടെ. ഓക്കെ, there are two types of transformer. ഏതിലാത്ത തിരിച്ചാണ് കൊടുത്തേക്കുന്നത്? നെക്സ്റ്റ് ഇടാം. നെക്സ്റ്റ് ഇത് ആഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ഇവന്റെ എങ്ങനെ പൊട്ടിക്കും? താഴോട്ട് പിടിച്ചല്ലേ? താഴോട്ട് പിടിച്ചല്ലേ? പൊട്ടിച്ചല്ലേ? പൊട്ടിച്ച് അങ്ങനെ ആദ്യം പൊട്ടിച്ചെന്നാ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതെനിക്ക് ഞാൻ ഒരു മോശം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞാൻ പറയണോ? ഞാൻ 4 പ്രാവശ്യം കേട്ടില്ല.
അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്തിക്കോ. ടെക്സ്റ്റിൽ ഇന്റഗ്രേറ്റ് മെറ്റീരിയലിൽ മിസ്റ്റേക്ക് ഉണ്ട്, അത് തിരുത്തിക്കോട്ടോ. മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഇന്റഗ്രേറ്റ് അതിപ്പോ തന്നെ തിരുത്തിക്കോ, അല്ലെങ്കിൽ എക്സാമിന് തിരിഞ്ഞു എന്താ ചെയ്യാ? എനിക്ക് ചെയ്തിട്ടുണ്ടോ? തിരുത്തിയത് എഴുതിയാ? സ്റ്റെപ്പ് സ്റ്റെപ്പ് ഡൗൺ എഴുതിയാ? അത് വർക്ക് ചെയ്യണമെന്ന് നോക്കി വരുന്നോട്ടെ, എങ്ങനെ വർക്ക് ചെയ്യണം. എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഒന്നെങ്കിൽ AC ജനറേറ്റർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ, ഇതിലേതെങ്കിലും എന്തായാലും വരും. പ്രിൻസിപ്പിൾ പഠിക്കുക, വർക്കിംഗ് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക. ആബ്സെന്റ് ആയിരിക്കണം. ജോലി അല്ലാതെ വേറെ ആരും. മൂന്നുപേരേ ഉള്ളോ? സലീം വരുമോ? വരും കേട്ടോ. ആശ എഴുതി. ഗൗരിനെ എഴുതി. ഓക്കെ, എഴുതിയല്ല? ആ മിസ്റ്റേക്ക് എല്ലാരും കറക്റ്റ് ചെയ്തില്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? ഫൈ ഈക്വൽ ടു ബി ഡോട്ട് എ. മാക്സിമം ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഫൈ ഈക്വൽ ടു ബി എ. ഇനി ഫ്ലക്സ് ചേഞ്ച് ഇൻ ഫസ്റ്റ് കോയിൽ ഈക്വൽ ടു N1 BA. N1 എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ഫസ്റ്റ് കോയിൽ. ഇനി ഫ്ലക്സ് ചേഞ്ച് ഇൻ സെക്കൻഡ് കോയിൽ N2 BA. ഓക്കെ, ഈ BA B1 A1 എന്ന് കൊടുക്കാത്ത എന്തായിരിക്കും? കാരണം നമ്മൾ ഫസ്റ്റ് കോയിലിന്റെ ഫ്ലക്സ് ചേഞ്ചിൽ തന്നെയാണ് നമ്മൾ ആരെയും വെച്ചേക്കുന്നത്, സെക്കൻഡിനെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് BA ഫ്ലക്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസ് N1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോയിലിലെ ടേൺസ്, N2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കോയിലിലെ ടേൺസ്. ഓക്കെ, Φ1 by Φ2 equal to N1 BA by N2 BA. Φ1 by Φ2 equal to N1 by N2. ഏതാണ്? ആ പോയിന്റ് എഴുതിക്കോട്ടെ. ഇതിനെ ഞാനൊരു ഇക്വേഷനിലേക്ക് മാറ്റണേ. Φ1 equal to Φ2 into N1 by N2. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിനെ നമ്മളൊന്ന് ഡെറിവേറ്റീവ് എടുക്കാൻ പോകണേ. ഇതിന് ആർക്കെങ്കിലും 2 മണി എന്നുള്ള മെസ്സേജ് കാണാത്തവരുണ്ടോ? എത്ര പേര് 2 മണിക്ക് എത്തിയിരുന്നു? ഏകദേശം എല്ലാവരും ഇങ്ങോട്ട് വരും. 2 ക്ലാസ്സിൽ 3 മണിക്കല്ലേ എത്തിയുള്ളൂ, അപ്പോഴും ലേറ്റ് അല്ലേ? ഓക്കെ, അവിടെ ശ്രദ്ധിച്ചോ, പറഞ്ഞോളൂ. 5 മിനിറ്റ് ചിരിച്ചാൽ
ഇത്രയൊക്കെ വരുള്ളൂ. നമുക്ക് തുടങ്ങാം. Φ1 equal to Φ2 into N1 by N2. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. dφ1 by dt equal to N1 by N2 കോൺസ്റ്റന്റ് ആണ്. N1 by N2 into dφ2 by dt. ഓക്കെ, ഇനി ഈ dφ by dt എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. dφ by dt എന്താ? dφ by dt പഠിച്ചത് ഓർമ്മയുണ്ടായി. ഇൻഡ്യൂസ്ഡ് E equal to minus dφ by dt എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇൻഡ്യൂസ്ഡ് EMF ഫോർ വോൾട്ടേജ് E equal to minus dφ by dt എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് പ്രൈമറി കോയിലിലുള്ള വോൾട്ടേജ് എഴുതാം. V1 equal to എങ്ങനെ വരും? V1 equal to minus dφ by dt into N1. ഓക്കെ, V1 equal to minus dφ by dt into N1. ഇവിടെ ഒരു മൈനസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ മൈനസ് ഇല്ലേലും പ്രശ്നമൊന്നുമില്ല. ബാക്ക് EMF ആണ്, മൈനസ് ഇല്ലേലും പ്രശ്നമൊന്നുമില്ല. Then V2 equal to V2 എന്താ? വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. V2 equal to minus dφ by dt into N2. എന്താ പഠിപ്പിക്കണേന്നാ എന്താ എഴുതണെന്ന് എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ പാടില്ലേ? ട്രാൻസ്ഫോമർ ആണ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഞാൻ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ എന്താ പഠിപ്പിക്കണേ? വേഗം ടൈം കളയല്ലേ. ഓക്കെ, ഇനി അടുത്തത് V1 by V2. ഇവിടെ എഴുതണേ V1 by V2 equal to minus dφ by dt N1 by minus dφ by dt into N2. ഓക്കെ, ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കിയുള്ളത് V1 by V2 equal to N1 by N2. ഓക്കെ, നമ്മൾ ഓൾറെഡി അപ്പോൾ Φ1 by Φ2 equal to N1 by N2 എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു V1 by V2. ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതി പോന്നെ. അടുത്ത സ്റ്റെപ്പ് Φ1 by Φ2 equal to N1 by N2 നമ്മൾ ഓൾറെഡി എഴുതി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? N1 by N2 equal to V1 by V2. N1 by N2 equal to V1 by V2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ലാസ്റ്റിലെ dφ1 by dt അല്ല dφ1 by dt N1 by N2 ബാക്കിയില്ലേ, അതില് V1 by V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വോൾട്ടേജ് എഴുതിയാൽ മതി. ഇവിടുന്ന് അച്ഛന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റ സ്റ്റെപ്പിലേക്ക് എഴുതണമെങ്കിൽ എഴുതാം. ഇവിടെ നിന്ന് ഒറ്റ സ്റ്റെപ്പ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി പറഞ്ഞ് എഴുതിയേ ഉള്ളൂ. ഇവിടെ നിന്ന് എഴുതണമെങ്കിൽ നമുക്കിപ്പോൾ V1 equal to N1 by N2 into V2. അതിൽ നിന്ന് നമുക്ക് എഴുതാം N1 by N2 equal to V1 by V2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരൊറ്റ സ്റ്റെപ്പിലേക്ക് എഴുതണമെങ്കിലും എഴുതാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, dφ1 by dt ക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു? dφ by dt
ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് തന്നെയാണ് വോൾട്ടേജ്. സോ ഡി ഫൈവ് ബൈ ഡി ടിക്ക് വരെ നമുക്ക് വി വൺ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങോട്ട് എത്താം. ഇവിടെ നിന്ന് നമുക്ക് N1 ബൈ N2 ഈക്വൽ ടു V1 ബൈ V2. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എഴുതണമെങ്കിൽ ഇത്ര എഴുതാം. കഴിഞ്ഞ അടുത്തത് എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ. എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടോ? കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? തെർമോഡൈനാമിക്സിൽ എഫിഷ്യൻസി പഠിച്ചിട്ടില്ലേ? എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ടാണോ? കെമിസ്ട്രിയിൽ തെർമോഡൈനാമിക്സിൽ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നൊന്നും പഠിച്ചിട്ടില്ലേ? ഇക്വേഷൻ എന്തോ ആയിക്കോട്ടെ, എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ഈറ്റ എഫിഷ്യൻസി ഈറ്റ ആണെന്ന് പഠിച്ചിട്ടില്ലേ? പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടില്ലേ? തെർമോഡൈനാമിക്സ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? പ്ലസ് വണ്ണിൽ ഉണ്ടായിരുന്നു. അവിടെ ഉള്ള ടോപ്പിക്കാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ഇതെന്താണെന്ന് അറിയാലോ? അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചോ. എഫിഷ്യൻസി ഈറ്റ. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഓക്കെ, ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇവിടെ എഴുതിയില്ലാന്ന് കാണാമല്ലോ. ആൻഡ് കാണാൻ പറ്റുമോ? ഓക്കെ, എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, P ഈക്വൽ ടു VI അല്ലെ? പവറിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു VI ആണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏത് കോയിലാ? സെക്കൻഡറി. നമ്മൾ ഇവിടെ നിന്ന് AC വോൾട്ട് കൊടുക്കുന്നു, അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് പവർ എങ്ങനെ എഴുതാം? ഈറ്റ ഈക്വൽ ടു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ V ഇൻറ്റു I. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V2 I2 ബൈ ഇൻപുട്ട് എങ്ങനെ എഴുതാം? V1 I1. ഓക്കെ, ഇതാണ് എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഇനി അടുത്തൊരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ട്രാൻസ്ഫോമർ ഇസ് ഐഡിയൽ. സ്പെഷ്യൽ കേസ് ഇഫ് ദ ട്രാൻസ്ഫോമർ ഇസ് ഐഡിയൽ. ഇവിടെ എഴുതിക്കോളൂ. ഇഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ഐഡിയൽ. ട്രാൻസ്ഫോമർ ഐഡിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? V2 I2 ഈക്വൽ ടു V1 I1. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കണേ. ഇവിടെ വരെ എഴുതുക ഈറ്റ എഫിഷ്യൻസി ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. പവറിന്റെ ഇക്വേഷൻ അറിയാം, P ഈക്വൽ ടു VI. ഇവിടുത്തെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് സെക്കൻഡറി കോയിലാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ഓഫ് സെക്കൻഡറി ഇൻറ്റു കറന്റ് ഓഫ് സെക്കൻഡറി ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇനി സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ട്രാൻസ്ഫോമർ ഒരു ഐഡിയൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഐഡിയൽ എന്ന് പറയുമ്പോൾ V2 I2 ഈക്വൽ ടു V1 I1. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? V1 ബൈ V2 ഈക്വൽ ടു I2 ബൈ I1. ഈ ഒരു സ്റ്റെപ്പ് കൂടി ഓർത്ത് വെക്കണം. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ V1 ബൈ V2 ഈക്വൽ ടു I2 ബൈ I1. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? V1 ബൈ V2 ഈക്വൽ ടു I2 ബൈ I1. ഇതാണ് ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ. ഇത്രയും സെറ്റ് ഓഫ് ഇക്വേഷനിലേക്ക് എത്തിയാൽ മാത്രമേ ഫുൾ മാർക്ക് തരുള്ളൂ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച ഇതെല്ലാം സെയിം ആ. 5 ബൈ 5 N1 ബൈ N2 V1 ബൈ V2. ഇവിടെ ഒന്ന് തിരിഞ്ഞു വരും, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. I2 ബൈ I1. ഓക്കെ, ഡെറിവേഷൻ ചോദിക്കും അടുത്ത എക്സാമിൽ. ഇവിടെ വരെ എഴുതണം 5 ബൈ 5 ഈക്വൽ ടു N1 ബൈ N2 V1 ബൈ V2 I2 ബൈ I1.
വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? ആ ഫിഗർ വരുമ്പോ തന്നെ അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. ഈ ഫിഗർ കാണുമ്പോ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക, എങ്ങനെയാ വർക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചു നോക്കുക. 2 കോയിലുണ്ട്, ട്രാൻസ്ഫോമറിന് 2 കോയിലുണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. ഓക്കെ, 2 ടൈപ്സ് ട്രാൻസ്ഫോമർ ഉള്ളത് ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്. സ്റ്റെപ്പ് അപ്പിൽ എങ്ങനെയായിരിക്കും? N2 is greater than N1 and V2 is greater than V1. സ്റ്റെപ്പ് ഡൗണിലാവുമ്പോ എങ്ങനെയാവും? ഈ നമ്മൾ ട്രാൻസ്ഫോമർ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? വോൾട്ടേജ് കൂട്ടാൻ അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെയുണ്ട്. സ്റ്റെപ്പ് അപ്പ് അതിൽ തന്നെ നമുക്ക് പറയാം വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് കുറക്കാൻ വേണ്ടി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അത് പെർസെന്റേജ് അത് പെർസെന്റേജ് എടുക്കാം. അതിന്റെ പെർസെന്റേജ് ആണ് വേണ്ടത്. ഈ നോട്ടിൽ ഞാൻ പഠിപ്പിക്കണതിൽ എന്തെങ്കിലും നോട്ടിൽ കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ നോട്ടിൽ നോക്കി പഠിക്കണം. ഇത് പഴയ നോട്ടാണ്, മിസ്റ്റേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നോക്കി വേണം. ഇപ്പൊ നമ്മൾ ഏതോട് പറഞ്ഞില്ലേ, ട്രാൻസ്ഫോമറിൽ പറഞ്ഞതുപോലെ ചില ടോപ്പിക് ഇതിൽ ഉണ്ടാവില്ല, ചിലത് ഇതിൽ കൂടുതലായിരിക്കും. ഇപ്പൊ സിലബസ് നോക്കി കമ്പയർ ചെയ്ത് പഠിക്കുക. ഞാൻ ചിലപ്പോൾ എക്സ്ട്രാ പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നോക്കിക്കോളാം. 2 കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. വർക്കിംഗ് തിയറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എക്സാമിന് ചോദിക്കൂടെ? ഈ ക്വസ്റ്റ്യൻ പഠിക്കുക. ട്രാൻസ്ഫോമർ വിട്ടിട്ട് പോകരുത് എക്സാമിന് പോകുമ്പോൾ. പിന്നെ AC ജനറേറ്റർ, അടുത്ത ടോപ്പിക് AC ജനറേറ്റർ ആണ്, അത് ഓൾറെഡി എടുത്തതാ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് കഴിഞ്ഞില്ലേ? എഴുതിയാ? അനന്തു കൃത്തിക്ക് എഴുതിയാ? അടുത്തത് മെറ്റീരിയലിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി, എന്താ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അടുത്തത് എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി ട്രാൻസ്ഫോമറിൽ ലോസ് ആവുന്നതെന്ന് നോക്കാൻ പോകണം. അതിൽ ഫസ്റ്റ് വൺ കോപ്പർ ലോസ്. ഓക്കെ, കോപ്പർ ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആ ഒരു കോയിലില്ലേ, അത് കോപ്പർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിചാരിക്കും. അപ്പൊ കൂടുതലായിട്ട് ഹീറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് ആയി കഴിയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി, ആ കോപ്പറിന് അത്ര സ്ട്രെങ്ത് ഇല്ല, അപ്പൊ അത് ഹീറ്റ് ആയി കഴിയുമ്പോൾ, അതായത് നമ്മൾ AC വോൾട്ടേജ് കടത്തി വിട്ട് കഴിയുമ്പോൾ അത് ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിയുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് ലോസ് ആവും? ഹീറ്റ് എനർജി ആയിട്ട് അവിടെ ലോസ് ആയിപ്പോ. ഫസ്റ്റ് വൺ കോപ്പർ ലോസ്. ഓക്കെ, എഴുതിക്കോ കോപ്പർ ലോസ്. പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് ലോസ് ആവുന്നത് ജസ്റ്റ് നോക്കി വെച്ചേക്കെ. ഇനി കോപ്പർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? തിക്ക് ആയിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്യാം. അതായത് കോപ്പറിനെക്കാളും കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടിയത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് പോകുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എഡ്ഡി കറന്റ്. എഡ്ഡി കറന്റ് എന്താണെന്ന് ഓർമ്മ? ഡെലിറ്റഡ് ആയി എന്നാലും ഞാൻ പഠിച്ചത് എഡ്ഡി കറന്റ്. എനർജി ലോസ് എത്ര ഉള്ളു? ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. എനർജി ലോസിന്റെ പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്, എക്സാമിൽ ഇത് ചോദിക്കും. ഇനി എഡ്ഡി കറന്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു തന്നതായിരുന്നു എഡ്ഡി കറന്റ്. ഡെലീറ്റഡ് ആയിരുന്നു, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ എഡ്ഡി കറന്റിന്റെ ടോപ്പിക് ഈ പോയിന്റ് പറയണം. ഓർമ്മയുണ്ടോ? ഞാൻ എക്സാമ്പിളൊക്കെ പറഞ്ഞു തന്നതായിരുന്നു. ഇപ്പൊ ഒരു പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും തന്നെ അത് നിൽക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ നിൽക്കും എന്ന് പറഞ്ഞു. ഇനി ഒരു മെറ്റാലിക് ബ്ലോക്ക് നമ്മൾ രണ്ട് മാഗ്നറ്റിക് പോൾ പീസിന്റെ ഇടയിൽ കൂടി നമ്മൾ, ഞാൻ വരച്ചൊക്കെ കാണിച്ചു തരുന്നത്, 2 മാഗ്നറ്റിക് പോൾ പീസിന്റെ ഇടയിൽ കൂടി നമ്മൾ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് നമ്മൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡാമ്പിങ് പെട്ടെന്ന് ഫാസ്റ്റ് ഡാമ്പിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആരും എഴുതി വെച്ചിട്ടുണ്ടെന്നെങ്കിലും ജസ്റ്റ് നോക്കിക്കേ.
ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ പെനിൽ ഓസിലേറ്റ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് ഡാമ്പിങ് ആവും ഞാൻ പറയും. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നിൽക്കും. പക്ഷെ നമ്മളൊരു മെറ്റാലിക് ബ്ലോക്ക് രണ്ട് പോൾ പീസ് ഓഫ് മാഗ്നറ്റിന്റെ ഇടയിൽ കൂടി നമ്മളൊരു മെറ്റാലിക് ബ്ലോക്ക് ഓസിലേറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡാമ്പ് ആവും. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നതായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ അതിന് ഇങ്ങോട്ട് വലിക്കും, തിരിച്ചൊരു ബാക്ക് EMF ഉണ്ടാവും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നതായിരുന്നു, ഓർമ്മയുണ്ട? ഓക്കെ. അപ്പൊ എഡി കറന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. ആ എഡി കറന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ എന്ത് സംഭവിക്കും? എനർജി ലോസ് വരും. ഓക്കെ. ഇനി എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞു തന്നതായിരുന്നു. ഒന്നും ഇല്ലെങ്കിൽ മെറ്റീരിയലിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞതായിരുന്നു എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എഡി കറന്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാം? ആ മെറ്റാലിക് ബ്ലോക്ക് തന്നെ എന്ത് ചെയ്യുക? കുറെ സ്ട്രിപ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഓസിലേറ്റ് ചെയ്യുന്ന ഈ ഒരു മെറ്റാലിക് ബ്ലോക്ക് ആണെങ്കിൽ അതിനെ കുറെ സ്ട്രിപ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ സ്ട്രിപ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഡി കറന്റ് അവിടെ ഡെവലപ്പ് ചെയ്യില്ല. എഡി കറന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. മെറ്റീരിയൽ ഓക്കെ. അടുത്ത പോയിന്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. ഓക്കെ. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് തന്നെ ആയിരിക്കുമോ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന ഈക്വൽ നമ്പർ ആയിരിക്കുമോ? ഇല്ല. അതേ ഫ്ലക്സ് തന്നെ, സെയിം ഫ്ലക്സ്, എമൗണ്ട് സെയിം തന്നെ വേണമെന്നില്ലല്ലോ. ഇത് എനർജി ലോസ് താഴെയുള്ള എനർജി ലോസ് എങ്ങനെയൊക്കെയാണ് ഒരു ട്രാൻസ്ഫോമറിൽ എനർജി ലോസ് ആവുന്നത്, ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ലോസ് ആയി പോകുന്നത് എന്നാണ് നമ്മൾ ഈ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ കോപ്പർ ലോസ്. ഇപ്പൊ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോപ്പർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് മാറി അവിടെ എനർജി ലോസ് വരും. പിന്നെ എഡി കറന്റ്, അതായത് മെറ്റാലിക് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ എഡി കറന്റ് ഡെവലപ്പ് ചെയ്യും. എഡി കറന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് സ്ട്രിപ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡി കറന്റ് കുറക്കാൻ പറ്റും. അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈമറി കോയിലുള്ള അതേ ഫ്ലക്സ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡറി കോയിലുള്ളത്. പ്രൈമറി കോയിൽ കുറച്ച് ഫ്ലക്സ് ഉണ്ടാവും, അതേ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ എന്തുണ്ടാവുന്നത്? സെക്കൻഡറിയിൽ ഉണ്ടാവും. ആ ഒരു ലീക്കേജ് അപ്പോൾ അവിടെ ഉണ്ടാവും. പ്രൈമറിയിലുള്ള സെയിം ഫ്ലക്സ് തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ കുറച്ചൊരു ഡിഫറൻസ് വന്നില്ലേ? അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ പ്രൈമറിയിലുള്ള അതേ ഫ്ലക്സ് തന്നെയാണ് സെക്കൻഡറിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എനർജി ലോസ് ആവില്ല. പക്ഷേ പ്രൈമറിയിലെ ഫ്ലക്സിനേക്കാളും കുറച്ച് കുറവാണ് സെക്കൻഡറിയിലെ ഫ്ലക്സ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? അവിടെയും എനർജി ലോസ് വരും. ഓക്കെ. അതാണ് അടുത്ത പോയിന്റ്. അടുത്തത് ഹിസ്റ്റെറിസിസ് ലോസ്. ഓക്കെ. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അയോൺ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കാം. കോയിലിന് പകരം നമ്മൾ അയോൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവും അല്ലെ? ഒരു അയോൺ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ എവിടെയെങ്കിലും വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മാഗ്നറ്റൈസ്ഡും ആകും, അതുപോലെ തന്നെ ഡിമാഗ്നറ്റൈസ്ഡും ആകും. അപ്പൊ പെട്ടെന്ന് മാഗ്നറ്റൈസ്ഡും ഡിമാഗ്നറ്റൈസ്ഡും ആയി വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? അവിടെ എനർജി ലോസ് വരും. ഇത് ജസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക. എങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫോമറിൽ എനർജി ലോസ് ആവുന്നത്, ഇലക്ട്രിക്കൽ എനർജി എങ്ങനെയാണ് ലോസ് ആയി പോകുന്നത്? ഓക്കെ. അപ്പൊ നമ്മൾ 4 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചത്. കോപ്പർ ലോസ്. കോപ്പർ ലോസ് മനസ്സിലായല്ല? കോപ്പർ ഹീറ്റ് ആയി കഴിയുമ്പോൾ അപ്പൊ കോപ്പറിനേക്കാളും കുറച്ചുകൂടി തിക്നെസ് കൂടിയത് വേണം. നമ്മൾ ഇവിടെ എനർജി ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കോപ്പറിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനർജി ലോസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കോപ്പർ ലോസ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടും. അടുത്തത് എഡി കറന്റ്. നമ്മൾ പറഞ്ഞ് എഡി കറന്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. എഡി കറന്റ് മിനിമൈസ് ചെയ്യുക. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുമ്പോൾ എന്താ? പ്രൈമറിയിലുള്ള അതേ ഫ്ലക്സ് തന്നെയാണ്, അതേ ഫ്ലക്സ് ചേഞ്ച് തന്നെ, സെയിം ഫ്ലക്സ് ചേഞ്ച് തന്നെ സെക്കൻഡറിയിലും. സെയിം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ നമ്പർ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതേ ഫ്ലക്സ് ചേഞ്ച് തന്നെ സെക്കൻഡറിയിലും ഉണ്ടെങ്കിൽ അവിടെ എനർജി ലോസ് ആവില്ല. പക്ഷേ ഫ്ലക്സ് ലീക്കേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രൈമറിയിലുള്ളതിനേക്കാളും ചിലപ്പോൾ കുറച്ച് എമൗണ്ട് കുറവായിരിക്കും സെക്കൻഡറിയിലുള്ളത്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നു, അവിടെ ഒരു ലീക്കേജ് വന്നു. അതിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്റെറിസിസ് ലോസ് പറഞ്ഞ് അയൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അയൺ ആകുമ്പോൾ അത് മാഗ്നറ്റൈസ്ഡ് ആവാനും സാധ്യതയുണ്ട്, ഡിമാഗ്നറ്റൈസ്ഡ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഹിസ്റ്റെറിസിസ് ലോസ് വഴി എനർജി ലോസ് ആവുന്നത് കുറക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അയൺ കോർസ് യൂസ് ചെയ്യാം. ജസ്റ്റ് തിയറിയാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിന്റ് പറയുന്നില്ല, അതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്തോ. കഴിഞ്ഞാ ഓക്കെ. ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ.
ന്യൂമറിക്കൽ ഏതാണ് ഈ അതിന്റെ ഓർഡർ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ടെക്സ്റ്റിന്റെ ഓർഡർ क्वेश्चन എഴുതിക്കോ a light bulb is rated at 100 watt. A light bulb is rated at 100 watt for a 220 volt. A light bulb is rated at 100 watt for a 220 volt supply. First one, find the resistance of the bulb. ഇത് വേറെ റെസിസ്റ്റൻസ് പറഞ്ഞിട്ട് വേറെ ക്വസ്റ്റ്യൻ വരാം. ഇത് ഡയറക്റ്റ് ആണ്. അടുത്തത് കിട്ടിയാ റെസിസ്റ്റൻസ് പറഞ്ഞ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച കുറച്ചുകൂടി മാറ്റി തരാം. ഇവിടെ കാലം അതെ അടുത്ത ദിവസം എഴുതിക്കോ. തിരിച്ചു തരാം, ശരിയാവും. ഓക്കെ, എഴുതിക്കോ. ഇത് തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു തരാം. A 100 ohm resistor is connected to a 220 volt AC supply. What is the RMS value of current in the circuit? What is the RMS value of current in the circuit? What is the RMS value of current in the circuit?
ഇത് എഴുതിയില്ല, ഇത് ഭയങ്കര സിമ്പിളായിരുന്നു, ഡയറക്റ്റ് ആയതുകൊണ്ട് ഞാൻ മാറ്റിയത്. വാട്ട് ഇസ് ദ RMS വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട്. അടുത്തത് വാട്ട് ഇസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ. വാട്ട് ഇസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ. പവറും കണ്ടുപിടിക്കുക, RMS വാല്യൂ ഓഫ് കറന്റ് IRMS കണ്ടുപിടിക്കുക. നോക്കിക്കേ, a 100 ohm resistor is connected to a 220 volt AC supply. What is the RMS value of current in the circuit? RMS value of current in the circuit. Next one, what is the net power consumed over a full cycle? What is the net power consumed over a full cycle? സ്വയം കണ്ടുപിടിച്ചേ. അത് നോക്കിക്കേ, V/P ആണ്, അത് പവർ ആണ്. ആദ്യത്തെ V. പവറിന്റെ അല്ല, പവറിന്റെ P average equal to VRMS into IRMS. Cos phi അത് കോസ്റ്റ് മാക്സിമം ആവും. ജസ്റ്റ് VRMS അതൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഇത് മാത്രം എടുത്താൽ മതി. പവർ ഈക്വൽ ടു VRMS തന്നിരിക്കും. നമുക്കിപ്പോൾ ആംഗിൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ cos phi ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വേണം. അതേ മാക്സിമം എടുക്കാം. മാക്സിമം ഇട്ട് കണ്ടുപിടിച്ചാൽ കിട്ടിയാ ഏതാണ്? അയ്യോ അത് കേൾക്കാം, നമുക്ക് അടുത്ത ദിവസം പിന്നെ ചെയ്യാം, ടൈം പോകണ്ട. അടുത്തത് ചെയ്യാം, അടുത്തത് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാരും ചെയ്യണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനില്ല, വേഗം ചെയ്തത്. ആറ് തന്നിട്ടുണ്ട് റെസിസ്റ്റർ. ആദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതിക്കേ. ചെയ്ത് കഴിഞ്ഞാ എത്ര കിട്ടി? 484 വാട്ട് അല്ലേ? വാട്ടിൽ ആവറേജ് പവർ. പവർ അത് കഴിഞ്ഞ നെറ്റ് ഐ സൈക്കിൾ എത്ര കിട്ടി? ഐ കണ്ടുപിടിച്ചാൽ മതി. അഖിലിന് കിട്ടിയാ? രണ്ടും കിട്ടി. അഭിരാമിന് കിട്ടിയാ? അനന്തു കിട്ടിയാ? അതാണ് അത് നെറ്റ് പവർ. R equal to റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 100 ഓം. പിന്നെ എന്താ തന്നേക്കുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതാം. വാട്ട് ഇസ് ദ RMS വാല്യൂ ഓഫ് കറന്റ്? RMS വാല്യൂ ഓഫ് കറന്റ് എന്ന് പറയുമ്പോൾ IRMS ആണ്. IRMS ആണ് പറഞ്ഞേക്കുന്നത്. IRMS കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. IRMS ഈക്വൽ ടു, അപ്പൊ V ഈക്വൽ ടു 220 വോൾട്ട്. ശ്രദ്ധിച്ചേ, കിട്ടാത്തവർ ശ്രദ്ധിച്ചേ. V ഈക്വൽ ടു 220 വോൾട്ട് എന്ന് പറഞ്ഞേക്കുന്നത് എന്താ? VRMS ആണ് അവിടെ തന്നേക്കുന്നത്. ഓക്കെ, ഒരു AC സപ്ലൈയിൽ തന്നിരിക്കുന്ന വോൾട്ട് അതെപ്പോഴും VRMS ആയിരിക്കും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IRMS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ R തന്നിട്ടുണ്ട്, VRMS തന്നിട്ടുണ്ട്. VRMS ഈക്വൽ ടു 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ IRMS കണ്ടുപിടിച്ച് IRMS ഈക്വൽ ടു I ജസ്റ്റ് ഒന്നും വിട്ടേക്കുള്ളൂ. IRMS VRMS ഒക്കെ വിടുന്നു. I ഈക്വൽ ടു V ഈക്വൽ ടു ബൈ ഓംസ് ലോ, V ഈക്വൽ ടു IR ആണല്ലോ. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു എങ്ങനെയായിരിക്കും വരുന്നത്? V/R. ഇതൊരു RMS ഒന്നും കൂടുതൽ വന്നിട്ടുള്ളത് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. അത്രേ ഉള്ളൂ. ചിന്തിച്ചില്ലെങ്കിൽ മാർക്ക് പോകും. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് പറയും? ഒന്നുമില്ല, കൺഫ്യൂഷൻ ആകാനുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. കഴിഞ്ഞ ഒരാൾ ബോർഡിൽ ചെയ്തോ ഒന്ന്? കറന്റ് 2.2. അടുത്ത പവർ കണ്ടുപിടിച്ച് പവറിന്റെ ഇക്വേഷൻ പഠിച്ചതല്ല, ഇന്നത്തെ ക്ലാസ്സിൽ വരെ പറഞ്ഞതാണ്. തുടങ്ങിയത് നമ്മൾ പഠിച്ച ഇവിടുത്തെ ആവറേജ് പവർ. ആവറേജ് പവർ ആ ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് എടുത്തെഴുതി. റെസിസ്റ്റൻസ് എത്ര? റെസിസ്റ്റൻസ് 100. അടുത്തത് കണ്ടുപിടിച്ചേ, അത് കിട്ടി. ഇനി വാട്ട് ഇസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ? നെറ്റ് പവർ P ഈക്വൽ ടു പവർ, ആവറേജ് പവറിന്റെ ഇക്വേഷൻ പഠിച്ച് കിട്ടിയില്ലേ? കറന്റ് എത്ര കിട്ടി? 2.2 കിട്ടി. പവർ 484. അനന്തു കിട്ടിയാ? പവർ P average equal to VRMS into IRMS. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഇതെന്താണ് എഴുതി വെച്ചേക്കുന്നത്? നമ്മൾ P average equal
IRMS into IRMS. ഇത്രയും വലുതാക്കി എഴുതി വെച്ചിട്ട് നിനക്ക് കാണാൻ പറ്റുന്നത്. നോക്ക് ഇയാളുടെ IRMS ഇവിടെ VRH equal to VRMS into IRMS. VRMS എന്നിട്ട് IRMS എന്നിട്ട് വേറെ കണ്ടുപിടിച്ച് കിട്ടിയാ കിട്ടിയാ അതാ ഇക്വേഷൻ. പീക്ക് കറന്റ് കണ്ടുപിടിക്കാം. പീക്ക് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. I0 എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ വഴി അല്ല ഞാൻ പറയട്ടെ. I0 പീക്ക് വാല്യൂ ഓഫ് കറന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമുക്ക് പീക്ക് വാല്യൂ തന്നിട്ടുണ്ട്. IRMS equal to I0 by I0 എന്താ? പീക്ക് വാല്യൂ. പീക്ക് വാല്യൂ ഓഫ് കറന്റ് നമുക്ക് തന്നിട്ടില്ല. അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ യൂസ് ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. സാധാരണ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി പവർ അത്രയും പോകണ്ട. പവർ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പവറിന്റെ ഇക്വേഷൻ എന്താ? P average equal to VRMS into നമ്മൾ തന്നിരിക്കുന്ന VRMS IRMS അല്ലേ? അപ്പോൾ VRMS into IRMS into cos phi. phi ആംഗിൾ നമ്മൾ തന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് VRMS into IRMS. ഇക്വേഷൻ എന്താ പറയാ? നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കേ, അടുത്തത് വാട്ട് ഈസ് ദ പവർ? പവർ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അത് P average equal to VRMS into IRMS into cos phi. ഇതാണ് പഠിച്ചത്. cos phi എന്ന് പറഞ്ഞ ആംഗിൾ ഒന്നും നമുക്ക് തന്നിട്ടില്ല. P average equal to VRMS into IRMS. VRMS തന്നിട്ട് എടുത്തത് ഇവിടെ കിട്ടിയ എത്ര കിട്ടിയ ആൻസർ കിട്ടിയ ഓക്കെ. അടുത്ത എഴുതിക്കോ. ഇതുപോലെ തന്നെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The peak voltage of an AC supply, the peak voltage of an AC supply, the peak voltage of an AC supply is 300 volt. 300 volt. എലൈഷിക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. The peak voltage of an AC supply is 300 volt. What is the RMS value of voltage? What is the RMS value of voltage? Peak voltage? Peak voltage of an AC supply is 300 volt. What is the RMS value of voltage? First question. Second one, the RMS value of current in an AC circuit. The RMS value of current in an AC circuit is 10 ampere. The RMS value of current in an AC circuit is 10 ampere. The RMS value of current in an AC circuit is 10 ampere. What is the peak current? 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 അപ്പോൾ peak current പറയുന്നുണ്ട് peak voltage കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ആലോചിക്കണേ. PRMS കണ്ടുപിടിക്കുകയും ചെയ്യണം. RMS വാല്യൂ ഓഫ് കറന്റ് കണ്ടുപിടിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ RMS വാല്യൂ ഓഫ് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ആലോചിക്കണേ. പീക്ക് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പീക്ക് വാല്യൂ എന്ന് പറയുമ്പോൾ ഏത് വരും? V0 I0 ഒക്കെ വരും പീക്ക് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണേ. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എന്താ തന്നേക്കുന്നത്? പീക്ക് എന്ന്
I0 അല്ലെങ്കിൽ V0 ആണ് പീക്ക്. അപ്പൊ തന്നിരിക്കുന്ന എന്താ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പൊ V0 ഈക്വൽ ടു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി എഴുതണേ. V0 ഈക്വൽ ടു എത്രയാന്ന് വന്നിട്ടുണ്ട്? V0 ഈക്വൽ ടു 300 വോൾട്ട്. 300 വോൾട്ട് ആണെങ്കിൽ VRMS കണ്ടുപിടിക്കാല്ല. VRMS-നെ പീക്ക് വാല്യൂവിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാലോ. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ ഇക്വേഷൻസ് പഠിക്കാത്തതിന്റെ പ്രശ്നമാണ് ഉള്ളത്. VRMS ഈക്വൽ ടു അഭിരാം തന്നെ ആലോചിച്ച് പറ. VRMS ഈക്വൽ ടു V0/√2, IRMS ഈക്വൽ ടു I0/√2. V0 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താ തന്നിരിക്കുന്നത്? RMS വാല്യൂ ഓഫ് കറന്റ് തന്നിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പീക്ക് കറന്റ് കണ്ടുപിടിക്കാം. സ്വന്തമായിട്ട് ചെയ്ത് നോക്കട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വിളിച്ചാൽ മതി. ആർക്കാ ഡൗട്ട് ഉള്ളത്? ഞാൻ ഇവിടെ വരുന്നതിനുള്ളിൽ ഇക്വേഷൻ കണ്ടുപിടിച്ചു വെക്കണം. അത്രയും പറയാം. അതെടുത്തപ്പോ നീ ഉണ്ടായിരുന്നു. അതെനിക്ക് കിട്ടിയ പീക്ക് വാല്യൂ ഓഫ് AC സപ്ലൈ. പീക്ക് എന്ന് പറയുമ്പോൾ ആലോചിക്കാം ഒന്നെങ്കിൽ V0, പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 ആണ്. പീക്ക് വാല്യൂ ഓഫ് കറന്റ് എന്ന് പറയുന്നത് I0 ആണ്. പീക്ക് വാല്യൂ ഓഫ് an AC supply is 300 volt. Peak voltage ആണ്. V0 is given as 300 volt. What is the RMS value of voltage? ഒരൊറ്റ ഇക്വേഷനെ വേണം. VRMS equal to VRMS equal to V0/√2. V0ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അടുത്തതിൽ RMS വാല്യൂ ഓഫ് കറന്റ് ഇൻ ആൻ AC സർക്യൂട്ട് is 10 ആംപിയർ. RMS വാല്യൂ തന്നിരിക്കുന്നത്. അതായത് IRMS നമുക്ക് തന്നിട്ടുണ്ട്. IRMS equal to 10 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. What is the peak current? Peak current കണ്ടുപിടിക്കാനോ? ഇതേ ഇക്വേഷൻ തന്നെ IRMS equal to I0/√2. കണ്ടോ? അത് വേറെ റൂട്ട് വെച്ച് മനസ്സിലായി. റൂട്ട് മനസ്സിലായി. ഇതല്ല ഇവിടെ ഓക്കെ. എന്താ കിട്ടി? 45,000. അമീന് കിട്ടിയായിരുന്നോ? കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞുതരാം. വെറുതെ നോക്കി എഴുതണ്ട. VRMS equal to correct V0/√2. V0ന്റെ വാല്യൂ ഇതൊന്നും വേണ്ട. V0ന്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കൂടുതൽ ചെയ്യണമെന്നുണ്ട്. √2ന്റെ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേരും. 1.41 കിട്ടിയാ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചോളാം. ഇനി അടുത്തത് കൂടി ചെയ്യില്ല. VRMS ആയിട്ടുള്ള അടുത്ത സെക്ഷൻ ബി ചെയ്യും. വേഗം ടൈം കളയരുത്. ടൈം ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി കിട്ടാനുണ്ടോ? കിട്ടിയില്ലേ? ലൈഷയ്ക്ക് കിട്ടിയാ? ദേവക്ക് കിട്ടിയാ? അത് കിട്ടിയാ? ഓക്കെ. അടുത്തത് a 60 മൈക്രോ ഹെൻറി കപ്പാസിറ്റർ. a 60 മൈക്രോ ഹെൻറി കപ്പാസിറ്റർ. കപ്പാസിറ്റർ മൈക്രോ ഹെൻറി. മൈക്രോ എന്താ? മ്യൂ. ഏതാണ്?
ഇൻഡക്ടർ മൈക്രോ ഹെൻറിനെ നമ്മളിപ്പോ ഹെൻറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ല ഇത് കപ്പാസിറ്റർ കപ്പാസിറ്റർ പറയട്ടെ. മൈക്രോ ഹെൻറി പറയാം. ബിഗ് ഡോഗ്സ് അതുമായിട്ട് അയ്യേ എല്ലാ പാട്ടും കപ്പാസിറ്റർ ആണല്ലേ ഞാൻ പറഞ്ഞത്. അല്ല ഇൻഡക്ടർ ആക്കിയാൽ മതി. ഇൻഡക്ടർ ആക്കിയാൽ മതി. ഇൻഡക്ടർ ആക്കിയാൽ മതി. ഒരു മിനിറ്റ്. 44 മില്ലി ഹെൻറി ആയിരിക്കും. 44 മൈക്രോ മില്ലി ബുക്ക് ചെയ്താ മില്ലി ആയിരിക്കും. mH. A 44 milli Henry inductor is connected to mH, a millihenry. A 44 milli Henry inductor is connected to 220 volt. 220 volt. 50 hertz AC supply. Inductor is connected to 220 volt. 220 volt. 50 hertz AC supply. 50 hertz AC supply. Hertz. Determine the RMS value of current in the circuit. Determine the RMS value of current in the circuit. Determine the RMS value of current in the circuit. ഇൻഡക്ടൻസ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Huh? ഇൻഡക്ടൻസ് എങ്ങനെ അല്ലല്ലേ L. മൈക്രോണ് മില്ലിയാണ്. Okay, ഇവിടെ എന്തായി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. A 44 milli Henry inductor is connected to 220 volt 50 hertz AC supply. Determine the RMS value of current in the circuit. RMS value of current കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 220 വോൾട്ട് എന്താ തന്നേക്കുന്നത്? VRMS തന്നിട്ടുണ്ട്. VRMS equal to 220 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ നമുക്ക് തന്നിരിക്കുന്ന 50 ഹെർട്സ് എന്നാ തന്നിരിക്കുന്നത്. IRMS equal to നമ്മുടെ ഇക്വേഷൻ എന്താ? IRMS equal to VRMS by resistance. റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടെ VRMS ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ തന്നേക്കുന്നത്? 220. ഇനി റെസിസ്റ്റൻസ് ഇവിടെ എന്ത് വരും? ആലോചിച്ച് നോക്കിയേ. ആ റെസിസ്റ്റൻസ് അവിടെ എന്ത് വരും?
എന്ത് വരും? ഇവിടെ നമ്മളിപ്പോ എന്താ യൂസ് ചെയ്തേക്കുന്നത്? ഇൻഡക്ടർ സർക്യൂട്ട് അല്ലേ? അപ്പൊ ഇൻഡക്ടർ സർക്യൂട്ടിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ XL. XL ഈക്വൽ ടു XL എന്ന XL ഈക്വൽ ടു XL വരും. XL ഈക്വൽ ടു L ഒമേഗ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. XL ഈക്വൽ ടു XLന്റെ വാല്യൂ XL എന്താ? XL ഈക്വൽ ടു XL ഈക്വൽ ടു L ഒമേഗ. L തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ L തന്നിട്ടുണ്ടോ? Lന്റെ വാല്യൂ എത്ര തന്നേക്കുന്നത്? 44 മില്ലി ഹെൻറി എന്നാ തന്നേക്കുന്നത് അല്ലേ? അഭിരാം പറഞ്ഞേ 44 മില്ലി ഹെൻറി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ മില്ലി ഹെൻറിനെ ഹെൻറിയിലേക്ക് മാറ്റാൻ ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3. ഓക്കെ, പിന്നെ ഒമേഗ ഈക്വൽ ടു ഒമേഗ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒമേഗ എന്താ തന്നേക്കുന്ന? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഒമേഗ ഈക്വൽ ടു 2πf. എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 50 ഹെർട്സ്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ തന്നേക്കണേ നോക്കിക്കേ. എന്താ തന്നേക്കുന്നത്? ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഫ്രീക്വൻസി. അപ്പൊ ഒമേഗനെയും ഫ്രീക്വൻസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ പഠിച്ചേക്കുന്നത്? ഒമേഗ ഈക്വൽ ടു പറ ദേവ. ഒമേഗ ഈക്വൽ ടു 2πf. എഫ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മനസ്സിലായ? ഇവിടെ നോക്കിക്കേ. IRMS ഈക്വൽ ടു VRMS ബൈ R. ഓക്കെ, റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ഏതാ? ഇൻഡക്ടർ സർക്യൂട്ടാ. അപ്പൊ ഇൻഡക്ടർ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വരും അല്ലെ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് R ഈക്വൽ ടു XL. XLന്റെ വാല്യൂ നമുക്കറിയാം. XL ഈക്വൽ ടു L ഒമേഗ. 220 ബൈ L ഒമേഗ. Lന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇൻഡക്ടൻസ് എത്രയാണ് തന്നേക്കുന്നത്? 20 ഡിവൈഡഡ് ബൈ Lന്റെ വാല്യൂ 44 മില്ലി ഹെൻറി എന്നാ പറഞ്ഞേക്കുന്നത്. മില്ലി ഹെൻറിനെ ഹെൻറിയിലേക്ക് മാറ്റാൻ into 10 raised to minus 3. Okay, omega. പിന്നെ നമുക്ക് ഒമേഗ തന്നിട്ടില്ല. ഒമേഗക്ക് വരെ അവിടെ എന്താ തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ? ഫ്രീക്വൻസി എത്രയാണ് തന്നേക്കുന്നത്? 50. അപ്പൊ ഒമേഗ ഈക്വൽ ടു 2πf. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2π into f ന്റെ വാല്യൂ 50.
അത്ര 55 കണ്ടുപിടിച്ചോ ആവശ്യമില്ല 15 പോയിന്റ് അല്ല ഫൈനൽ ഇത്ര നേരം വിട്ടായത് ഇങ്ങനെ പിന്നെ ഇതൊന്നും കിട്ടിയാ അച്ഛനെ കിട്ടിയാ ഇവിടെ ഇത് സോൾവ് ചെയ്യാതെ ഞാൻ വിടൂല ടൈം സോൾവ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ഞാൻ ചോദിച്ചില്ല കിട്ടിയാ അമർ എന്താ കിട്ടിയാ 15.9 ആ 15.9 കിട്ടിയാ എങ്ങനെ കിട്ടിയാ 15.9 ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഭക്ഷണമില്ല സ്കൂളിൽ 50 രൂപ വെച്ച് 80 രൂപ നോൺ വെജ് ഇവൻ എല്ലാ ദിവസവും നോൺ വെജ് അപ്പിന് കിട്ടിയാ ദേവ കിട്ടിയില്ലെങ്കിൽ മോളിൽ നോക്കട്ടെ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം കട്ട് ചെയ്യാതെ കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ആൻസറൊക്കെ ബാക്കിൽ സെല്ലിന് കിട്ടിയാ ആൻസർ കിട്ടിയാ ആൻസർ കിട്ടിയാ ആൻസർ കിട്ടിയില്ലേ എനിക്ക് മാത്രമേ കിട്ടാതെ ഓക്കെ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് കപ്പാസിറ്റി റിയാക്ടൻസിന്റെ ടേംസിൽ ചെയ്യാം ആ മറ്റേ ക്വസ്റ്റ്യൻ തന്നെ എഴുതിക്കോ നേരത്തെ ഒരെണ്ണം കിട്ടിയില്ലേ 60 മൈക്രോ ഫാരഡ് ആക്കിക്കോ ഇൻഡക്ടർ തരാന്ന് ഞാൻ വിചാരിച്ചു a 60 microfarad capacitor ബുക്ക് പേപ്പർ വേണം വേണ്ട A4 തരാം വേണ്ട ചെയ് ആൻസർ വേണ്ടേ കുറച്ച് സ്പീഡൊക്കെ കൂട്ടാൻ ചെയ്തത് A4 ഒന്നും മതി അത് കുഴപ്പമില്ല സ്ഥലം ഇവിടെ സ്ഥലം A 60 microfarad capacitor is connected to a connected to a 110 volt 60 hertz AC supply 110 എത്ര ഹെർട്സ് 60 hertz AC supply. Determine the RMS value of current in the circuit. Determine the RMS value of current in the circuit. Same type of question തന്നെയാണ്. ഇവിടെ റെസിസ്റ്റൻസ് ഏതാ വന്നേക്കുന്നത് കപ്പാസിറ്റർ സർക്യൂട്ട് ആണ് ശ്രദ്ധിച്ചേ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ എക്സൽ ഇട്ട് റെസിസ്റ്റൻസ് ഏതായിരുന്നു ഇൻഡക്ടർ സർക്യൂട്ട് ആയിരുന്നു നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇവിടെ ഏതാ വന്നേക്കുന്നത് കപ്പാസിറ്റീവ് സർക്യൂട്ട് ആവും അപ്പൊ XC വരും XC equal to 1/C omega.
after this modulator. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ വ്യത്യാസം എന്താണെന്ന് നോക്കി. കപ്പാസിറ്റർ ആകുമ്പോൾ കപ്പാസിറ്റർ റിയാക്ടൻസിന്റെ പേരെന്താ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആവും അല്ലേ? നമ്പറിന് കിട്ടിയാ? ക്വസ്റ്റ്യൻ കിട്ടിയാ? A 60 microfarad capacitor is connected to a 110 volt 60 hertz AC supply. Determine the RMS value of current in the circuit. Determine the RMS value of current in the circuit. മൈക്രോന് ഫാരഡിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? മൈക്രോ ഫാരഡിനെ ഫാരഡിലേക്കൊക്കെ ഇൻറ്റു 10⁻⁻6. മില്ലി ആണെങ്കിൽ ഇൻറ്റു 10⁻⁻3. ഒന്ന് ശ്രദ്ധിച്ചേ, മില്ലി ആണെങ്കിൽ ഇൻറ്റു 10⁻⁻3. മൈക്രോ ഓം എന്തായി മാറും? ഇൻറ്റു 10⁻�6. ശ്രദ്ധിക്കണം കേട്ടോ. നാനോ ആണെങ്കിൽ എന്ത് വരും? -9. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കട്ടാ. അറിയില്ലെങ്കിൽ സൈഡിൽ എഴുതി വെച്ചോ ദേവ, അറിയില്ലെങ്കിൽ എഴുതി വെക്കട്ടാ. അഫ്താബെ മൈക്രോനാക്കാൻ എന്താ ചെയ്യുക? ഇൻറ്റു 10⁻⁻6. ഞാൻ എക്സി കണ്ടുപിടിച്ചില്ല. Plus 792 pi into 10 raised to -3. അല്ല സി ഒമേഗ 60 അത് അപ്പോൾ 60 3600 അപ്പോൾ 7200 by into 10⁻⁻6. അപ്പോൾ 72 by into 10⁻⁻6. ഇതിന്റെ കാൽക്കുലേഷൻ ആണ്. ഞാൻ പറഞ്ഞതാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. എക്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഓണി എക്സി ആണ് കണ്ടത്. ആ എക്സ് ആണ്. ഞാൻ IRMS ആണ്. ഇതല്ല. IRMS ആണ്. 60 into 120 into 5 into 10⁻⁻6. ഇതിന് 120 by 10⁻⁻6. ആ അതാണ് അതെല്ലാം ബൈ 1 ബൈ ആണ്. 1 ബൈ അല്ല അപ്പോൾ അത് അടിക്കുന്ന സാധനം മേലെ അല്ലേ അല്ലല്ലോ like 110 1 by VRMS divided by 1 by C omega അല്ലേ? അപ്പോൾ VRMS into C omega. സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു പോയാൽ മതി. മൈക്രോ ഫാരഡിന്റെ ഫാരഡിലേക്ക് അങ്ങനെ ഇൻറ്റു 10⁻⁻6. മില്ലി ഫാരഡിനെ ആണെങ്കിലോ ഇൻറ്റു 10⁻⁻3. ഈ ഫാരഡ് നാനോ ഇൻറ്റു മൈക്രോ ഇട്ട് അത് കിട്ടിയാ? പോയി കണ്ടില്ലേ? ഇല്ല. അതിന്റെ വാല്യൂ ഞാൻ എനിക്ക് വേണ്ടി കണ്ടിരിക്കുക. പക്ഷേ ഫൈനൽ ആൻസറെ നോക്കിയിട്ടില്ല. ആരും ചെയ്തില്ല. ടഫ് ഒന്നുമില്ല. ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര വന്നാ? 792 by into 10⁻⁻6. അത് കണ്ടുപിടിക്കണം. 792 by ടൈം ഉള്ളത് പോലെ ചെയ്യണം എക്സാമിന്. ഇത് കണ്ടുപിടിച്ചിരിക്കരുത്. കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ചെയ്യണം. 3 മണിക്കൂറുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എനിക്കായി Obtain the angular frequency of a obtain
കാൽക്കുലേഷൻ ഒക്കെ മിസ്റ്റേക്ക് വരുത്താതെ ചെയ്യണം കേട്ടോ. പക്ഷേ ആംഗുലർ ഫ്രീക്വൻസി ക്യൂ ആണ് ഒമേഗ ആണ്. റെസൊണൻസിലല്ലേ ഒമേഗ ഈക്വൽ ടു ക്വസ്റ്റ്യൻ പറയട്ടെ. obtain the angular frequency Obtain the angular frequency at resonance condition of a series LCR circuit of a series എഴുതുന്നുണ്ടോ ക്വസ്റ്റ്യൻ എഴുതുന്നുണ്ടോ? തീർന്ന പേപ്പർ വേണം. Obtain the angular frequency at resonance condition of a series LCR circuit with L equal to എന്താ inductance L equal to 2 Henry. C equal to 32 microfarad and R equal to 10 ohm. R equal to 10 ohm. വോൾട്ടേജ് എന്താണ്? R equal to 10. വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് Voltage എന്താണ്? voltage തന്നിട്ടുണ്ടോ? voltage തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? question തന്നിട്ടുണ്ടോ? എവിടത്തെ ഇപ്പൊ പറയാം. 32 മൈക്രോഫാരഡ് കപ്പാസിറ്റൻസിന്റെ അല്ലേ? വോൾട്ടേജ് വോൾട്ടേജ് തന്നിട്ടില്ല. ഇല്ലേ? R equal to 10 ohm. R equal to R എഴുതിയ റെസിസ്റ്റൻസ് R equal to 10 ohm. റെസൊണന്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്? അതിന്റെ ഇക്വേഷൻ എന്താ? ആംഗുലർ ഫ്രീക്വൻസി. റെസൊണന്റ് കണ്ടീഷനിലുള്ള ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 1/√LC. അത് ചത് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഓൾസോ ഫൈൻഡ് the q value of the circuit. q value എന്താ? also find the q value of the circuit. q value of the circuit. Obtain the angular frequency at resonance condition of a series LCR circuit with L equal to 2 Henry. C equal to 32 microfarad. R equal to 10 ohm. And also find the Q value of the circuit. Q value of the circuit. Q value of the circuit.
Omega 125. Omega 125. And Q25. ഞാൻ കണ്ടിരുന്നില്ല. Q25. Q25 അല്ലേ? 25 ആ. അയ്യോ സാർ ഞാൻ 40 എടുത്തത്. അല്ല 1/10 ഇല്ലേ? അപ്പൊ 10 കാരണം 2.5 അല്ലേ? അത് കണ്ടിട്ട് 15 റൂട്ടൻസി. ആ 10 ഇത് 25 അല്ലേ? Q എത്രയാ? 25 ആണ്. XL by R. എനിക്ക് 25 ആണ്. Resistance. Q എത്രയാ? XL by R അല്ലേ? XL by R. XL ആണ്. XL by R. പക്ഷേ ഇവിടെ അല്ല ഞാൻ പറയട്ടെ, ഇത് നോക്കിക്കേ, ഇതിൽ ഈ ഇക്വേഷൻ അല്ലാതെ തന്നെ ഞാൻ മറ്റേ ഇക്വേഷൻ ഇതല്ല, അല്ലാതെ നോക്കിക്കേ, ഇങ്ങനെ just വാല്യൂ കാണുന്നില്ല. ഡയറക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ സൈഡിൽ യൂണിറ്റ് ഉണ്ടാകത്തില്ലല്ലോ. Q എത്ര 25 ആണോ? ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ Q25 എന്നാ പറഞ്ഞത്. ഞാൻ 25 എന്നാ പറഞ്ഞത്. Q25 അല്ല. ഓക്കേ എനിക്ക് 25 ആയി. അത് ചാർജ് അത് 25 ആർക്കാ കിട്ടിയാ 25 മറ്റേത് എത്ര കിട്ടി ഒമേഗ കിട്ടിയാ കഴിഞ്ഞല്ലോ എന്റെ പേര് ആടി കിട്ടിയ കിട്ടിയാ ഐ ഇക്വേഷൻ ആണ് ഏതാ ഐ ഇക്വേഷൻ ആണ് ആയിരം പേര് 1000 പേര് ഒമേഗ റേഡിയൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ നമുക്ക് മാത്രമേ കിട്ടാറുള്ളൂ യൂണിറ്റ് ആംഗുലർ ഫ്രീക്വൻസി എന്ത് വരും റേഡിയൻ പെർ സെക്കൻഡ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേവക്ക് കിട്ടിയായിരുന്നോ കിട്ടിയാ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ എ സീരീസ് LCR സർക്യൂട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് അത് ചെയ്യാം A series LCR circuit with R equal to 20 ohm, R equal to 20 ohm, L equal to 1.5 Henry, L equal to 1.5 Henry,
and C equal to capacity C equal to 35 microfarad. 35 microfarad is connected to a variable frequency. Is connected to a variable frequency 200 volt AC supply. 200 volt AC supply. 200 volt AC supply. ചിന്തിച്ച് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യണം. ആരും സ്വന്തമായിട്ട് ചെയ്യണം, എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ, വേറെ ആരും നോക്കണ്ട. When the frequency of supply അടുത്തത് when the frequency of supply is equal to natural frequency. When the frequency of supply is equal to natural frequency. What is the average power? Transferred to the circuit in one complete cycle. One complete cycle. Question number 1. In a series LCR circuit with R equal to 20 ohm, L equal to 1.5 Henry, C equal to 35 microfarad is connected to variable frequency 200 volt AC supply. When the frequency of supply is equal to natural frequency. A sentence is നോക്കണേ. When the frequency of supply is equal to natural frequency, what is the average power transfer to the circuit in one complete cycle? Frequency equal to natural frequency എന്ന് പറയുന്നത്. അപ്പൊ എന്താകും കണ്ടീഷൻ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. Frequency equal to natural frequency. Frequency equal to natural frequency എന്ന് പറയുമ്പോൾ അവിടെ എന്താകുമെന്ന് ആലോചിക്കണേ. Frequency equal to natural frequency എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താ? റെസൊണൻസ് കണ്ടീഷൻ ആണ്. Frequency equal to natural frequency എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷനെ പറ്റി ആലോചിക്കാൻ. റെസൊണൻസിന് നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചേക്കുന്ന ഡെഫിനിഷൻ എന്താ? അത് നമ്മളിപ്പോ ഈ ചാപ്റ്ററിലാണ് നമ്മൾ റെസൊണൻസ് XL equal to XC Z equal to R എന്ന് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്ററിലാണ് പഠിച്ചത്. അല്ലാതെ നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത് എന്തിനാ? ഫ്രീക്വൻസി ഈക്വൽ ടു എന്തിന്റെങ്കിലും ഒരു ഫ്രീക്വൻസി, ദാറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസിനോട് ഈക്വൽ ആകുക. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചും ചോദിക്കും. റെസൊണൻസ് കണ്ടീഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ Z equal to R ആയി കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ Z equal to R ആയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, സർക്യൂട്ട് അവിടെ എന്ത് സർക്യൂട്ടായി? ഇൻഡക്ടർ എന്ത് സർക്യൂട്ടായി? Z equal to R ആണ്. അപ്പൊ റെസിസ്റ്റീവ് സർക്യൂട്ടായി. റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആവറേജ് പവർ എന്ത് വരും? P average equal to റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ cos ഫൈയുടെ വാല്യൂ P ആവറേജിന്റെ വാല്യൂ ഓർത്ത് വെക്കുക. എന്താ? VRMS into IRMS into cos ഫൈ. അപ്പോൾ റെസിസ്റ്റീവ് സർക്യൂട്ട് ആവുമ്പോൾ ഫൈയുടെ വാല്യൂ എന്ത് വരും? ഫൈ ഈക്വൽ ടു എന്ത് വരും? ഇക്വേഷൻ എങ്ങനെയാകും അത് കണ്ടുപിടിച്ച് നോക്കുക. നാച്ചുറൽ ആവുമ്പോൾ ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി ആണ് മെത്തേഡ് ഓഫ് റെസൊണൻസ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ കണ്ടീഷൻ അവിടെ എന്തായി? റെസൊണൻസ് കണ്ടീഷൻ ആണ്. നമ്മൾ ഈ ചാപ്റ്ററിലാണ് റെസൊണൻസ് XL equal to XC Z equal to എന്തായിട്ട് പഠിച്ചത്? R ആയിട്ട് പഠിച്ചത്. അതിന് മുമ്പ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കാം? ഒരു എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ എന്തിന്റെങ്കിലും ഫ്രീക്വൻസി, ദാറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി. അങ്ങനെ ഒരു സെന്റൻസ് കണ്ടാലും എന്താന്ന് മനസ്സിലാക്കുക? റെസൊണൻസ് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി, ദാറ്റ് മീൻസ് Z equal to R. ഓക്കെ, നമ്മൾ കണ്ടീഷൻ പറയാം Z equal to R. Z equal to R എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സർക്യൂട്ടായി? റെസിസ്റ്റീവ് സർക്യൂട്ടായി, പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ടായി. ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? ആവറേജ്
ആവറേജ് പവർ. പി ആവറേജിന്റെ ഇക്വേഷൻ എന്താ? പി ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ റെസൊണൻസ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റെസിസ്റ്റീവ് സർക്യൂട്ടാ. പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കോസ് ഫൈയുടെ വാല്യൂടെ എന്തായിട്ട് മാറി? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ കറന്റും EMF-ഉം സെയിം ഫേസിലാണ്. അപ്പൊ ആംഗിൾ ഫൈ ഈക്വൽ ടു അവിടെ എന്താ? 0 കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് നമ്മൾ പഠിച്ച സർക്യൂട്ടിലേക്ക് പോവാം. ഫൈയുടെ വാല്യൂ എന്തായി? 0 ആയിരുന്നു. അപ്പൊ cos 0 ഈക്വൽ ടു 1. സോ P ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്നത് VRMS അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? 220 വോൾട്ട് അല്ലേ? അപ്പൊ P ആവറേജ് ഈക്വൽ ടു VRMS-ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 200 ആണോ? 200. ഇനി IRMS ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം? PRMS ബൈ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I ഈക്വൽ ടു V ബൈ R എന്ന് എഴുതാമല്ലോ. അപ്പോൾ I തന്നിട്ട് I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ. അപ്പൊ നമുക്ക് VRMS തന്നിട്ടുണ്ട്. VRMS-ന്റെ വാല്യൂ 200 ആണ്. ഡിവൈഡഡ് ബൈ R-ന്റെ വാല്യൂ എത്ര തന്നേക്കുന്നത്? എത്ര തന്നേക്കുന്നത്? 20. 2000 വാട്ട് വരും. കിട്ടിയാ? A series LCR circuit is connected to a variable frequency. A series LCR circuit is connected to a variable frequency of 230 volt. 230 volt. L equal to 5 Henry. L equal to 5 Henry. C equal to 80 microfarad. 80 microfarad. R equal to 40 ohm. R equal to 40 ohm. First one, determine the angular frequency. Determine the angular frequency. Determine the angular frequency at the circuit is in resonance. Determine the angular frequency at the circuit is in resonance. Second one,
obtain the impedance of the circuit. Obtain the impedance of the circuit. And amplitude of current. And amplitude of current at resonating frequency. At resonating frequency. At resonating frequency. Third one, determine the RMS potential drop. Determine the RMS potential drop across the three elements. And show that the potential drop across LC combination is zero at resonance frequency. Show that The potential drop across LC combination is zero at resonance frequency. Is zero at resonance frequency. Angular frequency കണ്ടുപിടിക്കുക. Resonance condition angular frequency formula ഏതാ? omega equal to 1 by root LC. എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. 1 by R എഴുതാം. 1 by R. 1 by R root L by C. അത് Q ആണ്. 1 by R is a Q factor. അതല്ല. ഒമേഗ അല്ലേ വേണ്ടത്? ആംഗുലർ ഫ്രീക്വൻസി അല്ലേ വേണ്ടത്? ശരി. ഒമേഗ എത്ര? 500 അല്ലേ? 50. 50 ആണ്. ശരി. ആ സർ 50. Impedance and resonance ആണെങ്കിൽ വേറെ impedance. ഏതാണ്? കണ്ടിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ആ. ഇംപെഡൻസ് Z equal to R ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റെസൊണൻസ് കണ്ടീഷൻ അല്ലേ? So എല്ലാ resonance ആണ്. എല്ലാ റെസൊണൻസ് കണ്ടീഷൻ തന്നെ. അപ്പോൾ Z equal to R. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? Okay. IRMS equal to PRMS by R ചെയ്താൽ പോരെ?
ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറന്റ് അല്ലേ പറഞ്ഞേക്കുന്നത്. ഇംപെഡൻസ് ഇംപിഡൻസ് ആവും. Obtain the impedance of the circuit. Impedance of the circuit അപ്പോൾ എന്താ? Z equal to R ആയില്ലേ? അപ്പൊ 6 എഴുതി വെച്ചാൽ Z equal to R. And amplitude of the current കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലേ? അതിൽ തന്നെ I0 Z equal to R. Amplitude of the current എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? IRMS. IRMS അല്ലേ amplitude. Peak current I0. is അതല്ലേ IRMS. IRMS ന്റെ വാല്യൂ ഒക്കെ ഉദ്ദേശിച്ചേക്കുന്നത്. VRMS IRMS by IRMS equal to VRMS by R. അതാണ്. അതാണ് പക്ഷെ പീക്ക് വാല്യൂ അല്ലേ amplitude of the current എന്നല്ലേ പറയുന്നത്. amplitude of the current വേണ്ട, കറന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ IRS ആംപ്ലിറ്റ്യൂഡ് കട്ട് ചെയ്തോ. ഇനി കൺഫ്യൂഷൻ വേണ്ട. പീക്ക് വാല്യൂ I0ലേക്ക് പോകും അല്ലേ? അതെ. അപ്പോൾ വേണം. ആൻഡ് ഓൾസോ ഫൈൻഡ് കറന്റ് കണ്ടുപിടിച്ചാൽ RMS വാല്യൂ ഓഫ് കറന്റ് ഇൻ ദ സർക്യൂട്ട് നോക്കിക്കോ. I0 വേണ്ട. ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇനി I0ലേക്ക് പോകണ്ട, അത് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒബ്റ്റെയിൻ ദ ഇംപെഡൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറന്റ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറന്റ് എന്ന് വേണ്ട, RMS വാല്യൂ ഓഫ് കറന്റ് നോക്കിക്കോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ RMS വാല്യൂ ഓഫ് കറന്റ്. ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇംപെഡൻസ് റെസിസ്റ്റൻസ് കണ്ടീഷൻ എന്തായിരുന്നു? Z equal to R ആണെങ്കിൽ മേഡം തേർഡ് പാർട്ട് അപ്പോൾ Z ന്റെ വാല്യൂ അവിടെ എന്തായി? R ആയിരുന്നു. IRS ആണ്. തേർഡ് RMS പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ അടുത്തത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ V equal to IR. മൂന്നിന്റെയും കണ്ടുപിടിക്കണം. എല്ലാത്തിലും പൊട്ടൻഷ്യൽ ഉണ്ട്. മൂന്നിന്റെയും കണ്ടുപിടിക്കാം. V equal to IR. എന്നിട്ടല്ലേ പറഞ്ഞേക്കുന്നത് ഷോ ദാറ്റ് LC സെയിം ആണെന്നല്ലേ? LC 0 ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? LC 0. അപ്പോൾ മൂന്നിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ V equal to IR വരും. പിന്നെ കപ്പാസിറ്ററിലേക്ക് മാറുമ്പോൾ എന്താവും? V equal to IXC. അടുത്തത് ഇൻഡക്ടറിലേക്ക് മാറുമ്പോൾ എന്താവും? V equal to IXL. അപ്പൊ അതിന്റെ രണ്ടിന്റെ എല്ലിന്റെ സിന്റെ ആൻസർ സെയിം ആയിട്ട് വരും. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് 0 ആവുന്നത്. ചെയ്ത് നോക്ക്, കിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പൊ ജസ്റ്റ് എക്സലിലേക്ക് എക്സിന് കാണിച്ചാൽ മതി. അല്ല രണ്ടിന് വാല്യൂ സെയിം ആണെന്ന് കാണിക്കണം. ഏത് വാല്യൂ സെയിം ആണെങ്കിൽ ഇതിന്റെ ആൻസർ ഇത് കാണിക്കണം. അതിനെ കാണിച്ചാൽ അല്ല അപ്പൊ സീഡ് എക്സലിലേക്ക് എക്സിന് കാണിക്കണം. ഇങ്ങനെ ഡിറൈവ് ചെയ്ത് അല്ല ആൻസർ കാണിക്കണം. ആൻസേഴ്സ് തമ്മിൽ നമുക്ക് 0 കിട്ടും. നീ മൂന്ന് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ 3 കണ്ടുപിടിച്ച ഓക്കെ. അഭിരാം ഈ സീഡ് obtain the impedance of the circuit and current at the resonating frequency. Impedance of the circuit at resonance condition ലാണ്. അപ്പോൾ resonance സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണേ. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് കിട്ടിയാ 50 കിട്ടിയ എല്ലാവർക്കും കിട്ടി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് കിട്ടിയാ 50 കിട്ടിയാ? അവിടെ ഞാൻ വരാട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ obtain the impedance of the circuit. ശ്രദ്ധിച്ചാലെന്തോ കിട്ടിയാ? സെക്കൻഡ് വൺ കിട്ടിയാ? ഓക്കേ. obtain the impedance of the circuit and RMS value of current at resonating frequency. അപ്പോൾ ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ റെസൊണൻസ് കണ്ടീഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇംപെഡൻസിന്റെ വാല്യൂ എന്താവും? Z equal to R. അപ്പോൾ ഇംപെഡൻസിന്റെ വാല്യൂ എന്തായി? റെസിസ്റ്റൻസിന്റെ വാല്യൂ തന്നെ ഇംപെഡൻസിന്റെ വാല്യൂ. പിന്നെ പറഞ്ഞേക്കുന്ന RMS value of current at resonating frequency. RMS value കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കറന്റ് IRMS equal to VRMS by R. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ദ RMS potential drop across 3 elements. പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് വോൾട്ട് കണ്ടുപിടിക്കാം. മൂന്നിന്റെയും കണ്ടുപിടിക്കാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. റെസിസ്റ്ററിന്റെ ഇക്വേഷൻ എന്താവും? V equal to IR. ഇനി കപ്പാസിറ്റർ വരുമ്പോൾ എന്താവും? V equal to I into അവിടുത്തെ എന്താവും? XC ആകും. ഇൻഡക്ടർ വരുമ്പോൾ എന്താവും? V equal to I into
XL അത് മൂന്നും കണ്ടുപിടിക്കാം. മൂന്നും കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആൻസർ കിട്ടും. എന്നിട്ട് ഷോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് LC കോമ്പിനേഷൻ ഈസ് 0 അറ്റ് റെസൊനേറ്റിംഗ് ഫ്രീക്വൻസി. മൂന്ന് ആൻസർ അത്രയും ചെയ്ത് കഴിഞ്ഞു. Is it equal to R? ആദ്യം പൊട്ടൻഷ്യൽ എല്ലാത്തിലും കണ്ടുപിടിക്കണം. കിട്ടിയ 0 കിട്ടിയ ഇല്ല ആദ്യം പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ ഒന്നും പാടില്ല. കറന്റിന്റെ വാല്യൂ എത്ര കിട്ടിയത്? 2.7 5.75 അല്ലേ? 5.7 അതൊരു 5.7 ആയിട്ട് എടുത്ത് ചെയ്തേ. പ്രശ്നമില്ലല്ലോ, കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതിരിക്കാനാ പറഞ്ഞത്. ഇതുകൂടി പോയിന്റ് വരട്ടെ. പോയിന്റ് വന്നാലേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവും. ദേവ ഒരു 5 മിനിറ്റ് ഇരിക്കണോട്ടെ, ഞാൻ പറഞ്ഞുതരാവേ. 5.7 ആയിട്ട് എടുക്കും. അത് ചെയ്യും. വലിയ പ്രശ്നമില്ല. Third question. Potential drop കണ്ടുപിടിക്കണം. രണ്ടില് 0 അല്ലേ കിട്ടുന്നത്? രണ്ടിലും 0 അല്ല കിട്ടുന്നത്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് L, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് C ഇത് കറക്റ്റ് ആണ്. 1.425 BC അതില്ലേ 5.7 ചെയ്ത് 7.5 ആണ്. 5.7 into BC കിട്ടിയ ഇല്ല ഇതിന് എനിക്ക് അതിനത് കിട്ടുന്നുണ്ടോ? അതെന്നെ നോക്കിയിട്ട് sexy 1/c omega 4 to 5 അയ്യോ ശരിയാണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് L, L-ന്റെയും C-യുടെയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കിട്ടൂട്ടാ. 0 കിട്ടുവേ. ഇത് കറക്റ്റ് ആണ്. അവിടെ പോയത് 5.7 എടുത്ത് ചെയ്ത് divided by ശരിയാണ്. Capacitive circuit ആകുമ്പോൾ എങ്ങനെ വരും? B equal to capacitive circuit. Capacitive circuit ആകുമ്പോൾ B equal to എങ്ങനെ വരും? B equal to I into സാധാരണ
ഒരു റെസിസ്റ്റൻസ് ഞാൻ എക്സൽ എന്ന് പറയും. എക്സലിന്റെ വാല്യൂ എക്സൽ ഈക്വൽ ടു ഈ ഒരു അയാൾ അങ്ങനെ ചെയ്യാം. അടുത്തത് ഈ ഐ ഇൻറ്റു എക്സ് സി. എക്സ് സി എന്ന് പറയുമ്പോൾ 1/c ഒമേഗ സിയുടെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട്. സിയുടെ വാല്യൂ നമുക്ക് വന്നിട്ടുണ്ട്. സീറോ കിട്ടിയില്ലേ? ആകെ കിട്ടിയ സീറോ കിട്ടണില്ലേ? ആൻസർ രണ്ടു എത്ര കിട്ടി? വന്നിട്ടില്ലടോ അതാ ചോദിച്ചത് സ്റ്റോറേജ് എത്രയാണെന്ന് ഗെയിമിംഗ് ലാപ്ടോപ്പിന് SSD എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് അല്ല 500 GB ആകെ എനിക്ക് അപ്പൊ നീ ഭാഗമല്ല എനിക്ക് RAM 16 GB. Tough ഇല്ല. Same. A17 ആണ്. പ്രോസസർ അല്ല നിങ്ങൾ 5.7
എനിക്ക് ഗെയിം ഗെയിം കളിക്കാൻ മീഡിയം ഞാൻ അതുള്ള മൈക്കാണ് ഒരു ക്രാക്ക് മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് ഒരു കുഴപ്പമില്ലാത്ത ഇനി ഈ ബുക്ക് അടച്ചു വെച്ചോ. അസെഷൻ റീസൺ കുറച്ച് നോക്കിയാലോ? അല്ല നിങ്ങൾ ബുക്ക് അടച്ചു വെച്ചോ. ഞാൻ ചോദിച്ചോളാം. പറഞ്ഞാൽ മാത്രം മതി. ടൈം അല്ല ബുക്ക് അടച്ചു വെച്ചോ. കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോളാം. അവിടെ ഇല്ല. നീ എത്ര മണിക്കാ വന്നത്?